ഹരേ കൃഷ്ണ. കുംഭകർണൻ്റെ അടുത്ത് രാവണൻ ദേഷ്യപ്പെടുന്ന ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. നിന്റെ ഉപദേശം കേൾക്കാനല്ല നിന്നെ വിളിച്ചുണർത്തിയത്. നിന്റെ ജ്യേഷ്ഠരോടാണ് സംസാരിക്കുന്നതെന്നുള്ള കാര്യം പോലും നീ മറന്നിരിക്കുന്നു. എങ്കിലും ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ വിഭീഷണനെ പോലെ പെരുമാറാനാണ് നിനക്ക് ഭാവമെങ്കിൽ അവനെ പുറത്താക്കിയതുപോലെ നിന്നെ വാട്ടി പുറത്താക്കൂ. അത് ഓർമ്മയിലിരിക്കട്ടെ. നിന്റെ ഒരാപത്ത് വരുമ്പോൾ വേദാന്തം ഓതുന്നതാണോടാ നിന്റെ സഹോദര സ്നേഹം? നീയൊക്കെ വലിയ പരാക്രമികളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എനിക്കെന്താണ് പ്രയോജനം? ജ്യേഷ്ഠൻ്റെ കോപം നിറഞ്ഞ വാക്കുകൾ കേട്ട് കുംഭകർണൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ വിഭീഷണനല്ല, കുംഭകർണനാണ്. ജ്യേഷ്ഠനെ ഒറ്റുകൊടുക്കുന്ന സ്വഭാവം എനിക്കില്ല. എനിക്കൊന്നും മറച്ചു വെച്ച് സംസാരിക്കാൻ അറിയില്ല. പ്രത്യേകിച്ച് മധ്യ ഉള്ളിൽ ചെന്നാൽ മനസ്സിലുള്ളതെന്തും ഞാൻ തുറന്നു പറയും. അതുകൊണ്ട് ജ്യേഷ്ഠന് വിഷമം തോന്നിയെങ്കിൽ ക്ഷമിക്കണം. ജ്യേഷ്ഠൻ്റെ രക്ഷയ്ക്കായി ഈ അനുജൻ എപ്പോഴും കൂടെയുണ്ടാകും. രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും തോൽപ്പിച്ച് ഓടിച്ച് ലങ്കയിൽ ഞാൻ സമാധാനം നിലനിർത്തും. എൻ്റെ ജ്യേഷ്ഠനൊരു പോറല് പോലും ഏൽക്കാതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് കുംഭകർണൻ സ്വർണ്ണ നിർമ്മിതമായ കുന്തമെടുത്ത് തോളിലേറ്റിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ജയഭേരി മുഴക്കിക്കൊണ്ട് യാത്ര പുറപ്പെടാൻ തുടങ്ങി. അത് കണ്ട് രാവണൻ അനുജനെ യുദ്ധവേഷം ധരിപ്പിച്ചു. അനുജൻ രാവണനെ 3 പ്രദക്ഷിണം വെച്ച് താണു തൊഴുതു. രാവണന്റെ അനുഗ്രഹം വാങ്ങിയ കുംഭകർണൻ രണാങ്കണത്തിലേക്ക് പുറപ്പെട്ടു. യുദ്ധകളത്തിലിറങ്ങിയ കുംഭകർണൻ ഘോരമായ ഗർജനം മുഴക്കി. ആ ശബ്ദം ലങ്കാനഗരത്തെ മുഴുവൻ പ്രകമ്പനം കുളച്ചു. ആ മേഘഗർജനം കേട്ട് വാനര സൈന്യം ഒന്നടങ്കം പേടിച്ചു വിറച്ച്. അത് കണ്ട് കുംഭകർണൻ പരിഹസിച്ചു. കുപിതരായ വാനരവീരന്മാരും മലകളും പർവ്വതങ്ങളും പിഴുതെടുത്ത് കുംഭകർണൻ്റെ നേർക്കെറിഞ്ഞു. എന്നാൽ കുംഭകർണൻ അവയെല്ലാം നിഷ്പ്രയാസം തടുത്തുകൊണ്ട് വാനരസേനയുടെ മുമ്പിൽ പാഞ്ഞെടുത്തു. അത് കണ്ടു നിന്ന ഹനുമാൻ ഉഗ്രമായ പാറ പൊക്കിയെടുത്ത് കുംഭകർണൻ്റെ നേരെ എറിഞ്ഞു. കുംഭകർണന് പരിക്കേറ്റു. കുപിതനായ രാവണ സോദരൻ തൻ്റെ ദിവ്യശൂലമെടുത്ത് മാരുതിയുടെ മാറിനിലാക്കാക്കി കുത്തി. ആ ശൂലം ഊരിമാറ്റാൻ ഹനുമാന് ശക്തിയില്ലാതായി. നിമിഷങ്ങൾക്കുള്ളിൽ ഹനുമാൻ ബോധശൂന്യനായി നിലം പതിച്ചു. ആഞ്ജനേയന്റെ വീഴ്ച മറ്റു മർക്കടന്മാരെ പ്രകോപിച്ചു. അവരിൽ ചിലർ കുംഭകർണന്മാരുമായി ഏറ്റുമുട്ടിയെങ്കിലും ആർക്കും അയാളെ തോൽപ്പിക്കാനായില്ല. കുംഭകർണൻ ഒറ്റ കറക്കത്തിന് എതിരാളികളെ ദൂരെ തെറിപ്പിച്ച് കളഞ്ഞു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത